നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 2 രണ്ടാം അധ്യായം. രണ്ടാം അധ്യായത്തിൽ പ്രധാനമായും വ്യാസൻ്റെ ജനനത്തെ പറ്റിയാണ് പറയുന്നത്. മഹാഭാരതത്തിൽ ഇത് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. പരാശര മഹർഷിക്കും മത്സ്യഗന്ധിയിൽ പിറന്ന വ്യാസനെ പറ്റി. സത്യവതിയാണല്ലോ മത്സ്യഗന്ധി. അങ്ങനെ സത്യവതിയുടെയും പരാശര മഹർഷിയുടെയും പുത്രനായി വ്യാസൻ പിറന്ന കഥയാണ് പ്രതിപാദിക്കുന്നത്. ഒരിക്കൽ തീർത്ഥയാത്ര ചെയ്യുന്നതിനിടയ്ക്ക് തേജസ്വിയായ പരാശരമുനി കാളന്തി തീരത്ത് വന്നപ്പോൾ എതിർച്ചയാ സുന്ദരിയായ മത്സ്യഗന്ധിയെ കാണാൻ ഇടയായി. അപ്പോൾ തോണിയിൽ മറുകരയ്ക്ക് വിടാനായിട്ട് മത്സ്യഗന്ധിയുടെ അച്ഛനോട് പരാശരമുനി പറയുന്നു. പരാശരമുനി സംഭവിക്കേണ്ടത് സംഭവിക്കാൻ വേണ്ടിയായിരിക്കാം സുന്ദരിയായ മത്സ്യഗന്ധിയോട് അദ്ദേഹത്തെ മറുകര കടത്താനായിട്ട് ആജ്ഞാപിക്കുന്നു. അങ്ങനെ മത്സ്യഗന്ധി മുനിയെ മറുകരയ്ക്ക് തുഴഞ്ഞ് കൊണ്ടുപോയി. ദൈവനിശ്ചയത്താൽ ആ സുന്ദരിയെ കണ്ട മുനി കാമാർത്തനായി തീർന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 7. ഗൃഹീതു കാമ സ മുനിർദൃഷ്ട്വാ വ്യഞ്ജിത യൗവനാം ദക്ഷിണേന കരൈണാമം സ്പർശ ദക്ഷിണേ കരേ. ഒന്നുകൂടി ആ ശ്ലോകം ചൊല്ലാം. ഗൃഹീതു കാമ സ മുനിർദൃഷ്ട്വാ വ്യഞ്ജിത യൗവനാം ദക്ഷിണേന കരേണൈനാമസ്പൃശ ദക്ഷിണേ കരേ. യൗവന തുടിപ്പാർന്ന അവളെ കണ്ട് സ്വീകരിക്കാൻ കൊതിപൂണ്ട മുനി തൻ്റെ വലങ്കൈ കൊണ്ട് അവളുടെ വലത്തെ കയ്യിൽ സ്പർശിച്ചു. ശ്ലോകം 8. തമുവാചാസിതാവാംഗീ സ്മിതപൂർവമിദം വചഃ കുലസ്യ സദൃശം വാക്യം ശ്രുതസ്യ തപസജ്ജകിം. അപ്പോൾ ആ കരിനീലക്കണ്ണാൾ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു, അങ്ങയുടെ കുലത്തിനും ശ്രുതിക്കും തപസ്സിനും ചേർന്നതാണോ ഈ പ്രവൃത്തി? ശ്ലോകം 9. ത്വം വൈ വസിഷ്ഠദായാദ കുലശീലസമന്വിതഃ കിം ചികീർഷസി ധർമ്മജ്ഞ മന്മഥേന പ്രപീഡിതഃ. അങ്ങ് വസിഷ്ഠ മഹർഷിയുടെ ബന്ധുവാണ്, കുലശീലാദികൾ ഉള്ളവനാണ്. ധർമ്മജ്ഞ, അങ്ങ് കാമപീഡിതനായി എന്തു ചെയ്യാനാണ് തുടങ്ങുന്നത്? ശ്ലോകം 10. ദുർലഭം മാനുഷം ജന്മ ഭുവി ബ്രാഹ്മണസത്തമ തത്രാപി ദുർലഭം മന്യേ ബ്രാഹ്മണത്വം വിശേഷതഃ. ബ്രാഹ്മണോത്തമ, ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടുക വളരെ പ്രയാസം തന്നെ. പ്രത്യേകിച്ച് ബ്രാഹ്മണത്വം അതിലും ദുർലഭമാണെന്നാണ് എൻ്റെ വിചാരം. ശ്ലോകം 11. കുലേന ശീലേന തഥാശ്രുതേന ദ്വിജോത്വമസ്തം കില ധർമ്മവിജ്ഞ അനാര്യഭാവം കഥമാഗതോസി വിപ്രേന്ദ്രമാം വീക്ഷ്യജ മീനഗന്ധാം. കുലം, ശീലം, വേദജ്ഞത്വം ഇവ കൊണ്ടെല്ലാം അങ്ങൊരു ഉത്തമ ബ്രാഹ്മണനാണ്, ധർമ്മജ്ഞനും ആണ്. ബ്രാഹ്മണ ശ്രേഷ്ഠ, മത്സ്യഗന്ധമുള്ള എന്നെ കണ്ടിട്ട് അങ്ങേക്ക് എന്തുകൊണ്ട് ആര്യന്മാർക്ക് ചേരാത്ത ഈ ഭാവം ഉണ്ടായി? ശ്ലോകം 12. മദീയേ ശരീരേ ദ്വിജാമോഘബുദ്ധേ ശുഭം കിം സമാലോക്യ പാണിം ഗൃഹീതും സമീപം സമായാസി കാമാതുരസ്ത്വം കഥം നാഭിജാനാസി
ധർമ്മം സ്വകീയം. ബുദ്ധി ഉറച്ച ഹേ ബ്രാഹ്മണ, എന്നെ കണ്ട് അടുക്കൽ വന്ന് കൈപിടിക്കാൻ തക്കവണ്ണം എൻ്റെ ശരീരത്തിൽ എന്താണ് ശുഭമായിട്ടുള്ളത്? കാമാർത്തനായി എന്നെ സമീപിക്കുന്ന അങ്ങേക്ക് സ്വധർമ്മം ഓർമ്മയില്ലേ? ശ്ലോകം 13. അഹോ മന്ദബുദ്ധിർദ്വിജോയം ഗൃഹീഷ്യൻ ജലേ മഗ്നയേവാദ്യമാം വൈ ഗൃഹീത്വാ മനോവ്യാകുലം പഞ്ചബാണാതിവിദ്ധം ന കോപീഹ ശക്തപ്രദീപം ഹി കർത്തും. കഷ്ടം! ബുദ്ധി മന്ദിച്ച ഈ ബ്രാഹ്മണൻ എന്നെ സ്വീകരിക്കാൻ തുടങ്ങവേ സംസാരത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നെ സ്വീകരിച്ചിട്ട് വ്യാകുലവും കാമപീഡിതവുമായ മനസ്സിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ശ്ലോകം 14. ഇതി സഞ്ചിന്യ സാ ബാല തമുവാച മഹാമുനിം ധൈര്യം കുരു മഹാഭാഗ പരം പാരം നയാമി വൈ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ പെൺകിടാവ് മഹാമുനിയോട് പറഞ്ഞു, മഹാഭാഗ, ധൈര്യമായിരിക്കൂ, ഞാൻ മറുകര കടത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.